ശരി. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കളൊരു മനസ്സിലാക്കൽ എന്താണ്? നവകേരള യാത്രയുടെ തുടർച്ചയായിട്ടാണോ ഇപ്പോൾ ഈ കരുതലും കൈത്താങ്ങും വരുന്നത്? ഇപ്പോൾ നവകേരള യാത്രയിൽ തന്നെ കൊടുത്ത പരാതികൾ, ആ പരാതികളിൽ തീർപ്പുണ്ടാകാതെ വന്നത് ഈ കരുതലും കൈത്താങ്ങലും എത്തുന്നുണ്ട്. അത്തരം ചില റിപ്പോർട്ടുകളും ഞങ്ങൾക്ക് രാവിലെ ലഭിച്ചിരുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ പുതിയ നീക്കത്തെ കാണുന്നത്? സ്മൃതി, ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുന്നതാണോ എന്ന് സംശയിക്കാനെല്ലാം ന്യായമുണ്ട്. പക്ഷേ അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വലിയ പ്രതീക്ഷ ഉണർത്തിക്കൊണ്ടാണ്, വലിയ പരസ്യവും പബ്ലിസിറ്റിയും ഒക്കെ കൊടുത്തുകൊണ്ടാണ് നവകേരള സദസ്സ് നടന്നത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാ വിവിധ വകുപ്പുകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം പങ്കെടുത്ത വലിയ ഗംഭീരമായ ആഘോഷപൂർവ്വം നടന്നൊരു ചടങ്ങായിരുന്നു നവകേരള സദസ്സ്. വലിയ പ്രതീക്ഷകളായിരുന്നു ജനത്തിനും ഉണ്ടായിരുന്നത്. അതായത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. വ്യത്യസ്തമായ രീതിയിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് അഭൂതപൂർവമായ സ്വീകരണം കിട്ടി. ലക്ഷക്കണക്കിന് ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു, പരാതികൾ കൊടുത്തു. അദ്ദേഹം നിന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് പാതിരായും കടന്ന് പുലരും വരെ നിന്ന് തന്നെ പല ജില്ലകളിലും ഈ പരാതികൾ കേട്ടു. അദ്ദേഹത്തിനടുത്തേക്ക് കിടപ്പ് രോഗികൾ വന്നു, ആംബുലൻസിൽ രോഗികൾ വന്നു. അവരുടെ എല്ലാം കാര്യത്തിൽ കുറേ ധനസഹായം കൊടുത്തു, ചിലർക്ക് കൈയോടെ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു, അവരുടെ പരാതിയുടെ ബാക്കിൽ എഴുതി അതിനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ പരിഹാര നിർദ്ദേശങ്ങൾ നൽകി. പക്ഷെ അന്ന് ഉയർന്നൊരു പ്രധാന ആരോപണം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണോ ഇത് ചെയ്യേണ്ടത്? അതായത് വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും താലൂക്ക് ഓഫീസിലും അതുപോലെ മറ്റു പല ഓഫീസുകളിലും നിർവഹിക്കേണ്ട കാര്യങ്ങൾ ഒരു മുഖ്യമന്ത്രി നേരിട്ട് നടത്തി, അങ്ങനെ മുഖ്യമന്ത്രി നേരിട്ട് ഈ പരാതിക്കാർക്ക് പണം കൊടുക്കുന്ന ഇതെന്താ ഒരു നാടുവാഴി ഭരണകാലമാണോ തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങളെന്ന് കേട്ടു. അതായത് മുഖ്യമന്ത്രി പരിധി വിടുന്നു, അല്ലെങ്കിൽ സംവിധാനത്തെ ദുർബലമാക്കുന്നു, അദ്ദേഹം നേരിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്യുന്നത് എന്ന രീതിയിൽ അതിനെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയാണ് ഇടതുമുന്നണി നേരിട്ടത്. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ച, അതിനെ കുറേ കൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ജനസമ്പർക്ക പരിപാടിയിൽ ഉയർന്നു വന്ന ആ ഒരു ആരോപണങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എല്ലാ പരാതികളും കാണാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വം നൽകുന്ന ജനസമ്പർക്ക പരിപാടിയിൽ നേരിട്ട് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പരാതികൾ സ്വീകരിക്കാതെ അത് സ്വീകരിക്കാൻ ഡെസ്കുകൾ ഉണ്ടാക്കി, ആ ഡെസ്കുകളിൽ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിരുന്ന് ആ പരാതികൾ സ്വീകരിച്ച് കൈയോടെ സോർട്ട് ചെയ്ത് അതാത് വകുപ്പുകളിൽ കൊടുക്കേണ്ടത് കൊടുത്ത് ആ തലത്തിൽ പരിഹാരമുണ്ടാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന അപ്പോൾ കുറച്ചുകൂടി ശാസ്ത്രീയമായിരുന്നു അത്. അതായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിലുണ്ടായ വിമർശനങ്ങൾ ആവർത്തിക്കപ്പെടാത്ത രീതിയിൽ കുറേ കൂടി വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ് അനുവർത്തിച്ചത്. നമ്മൾ നന്നായിരിക്കും, അതാണ് കുറച്ചുകൂടി ജനാധിപത്യപരം എന്നൊക്കെ ഒരുപാട് പേര് വിശ്വസിക്കുകയും ചെയ്തു. ഏതാണ്ട് 6,43,000-ലധികം പരാതികൾ 14 നിയോജകമണ്ഡലങ്ങളിൽ നിന്നായിട്ട് കിട്ടി. 140 നിയോജകമണ്ഡലങ്ങളിൽ നിന്ന് കിട്ടി. അതായത് ശരാശരി 40,000-ലധികം പരാതികൾ ഒരു ജില്ലയിൽ നിന്ന് ഈ നവകേരള സദസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ പ്രശ്നം ഈ പരാതികൾക്ക് പിന്നീട് എന്തുണ്ടായി എന്നതാണ് ചോദ്യം. സർക്കാർ ഏറ്റവും ഒടുവിൽ പറഞ്ഞ മറുപടി അനുസരിച്ച്, നിയമസഭയിൽ മറുപടി പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് 5.5 ലക്ഷത്തോളം പരാതികളിൽ തീർപ്പുണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോഴും സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ 1 ലക്ഷത്തിലധികം പരാതികളുടെ കാര്യത്തിൽ എന്തുണ്ടായി എന്നത് ഇപ്പോഴും അവ്യക്തമാണ്. പക്ഷേ ഈ തീർപ്പുണ്ടാക്കി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തീർപ്പാണോ, പരിഹാരമാണോ, തീർപ്പാണോ? തീർപ്പുണ്ടാക്കി, ഫയൽ അവസാനിപ്പിച്ചു. മുഖ്യമന്ത്രി തന്നെ നേരത്തെ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. അപ്പോൾ ഈ പരാതികൾ എങ്ങനെയാണ് ഈ നവകേരള സദസ്സിൽ പരാതികൾ വന്നത്? ആ പരാതികളെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പരാതി കൊടുത്തിട്ട് പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ. നേരത്തെ നവാസ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ വീട് ആവശ്യപ്പെടുന്നവർ, അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള സഹായങ്ങൾ, പെൻഷൻ, റേഷൻ കാർഡ് മാറ്റം, ഇങ്ങനെ ഒത്തിരിയേറെ പരാതികൾ സാധാരണ ജനത്തിനുണ്ട്. അവരെ ദാരിദ്ര്യരേഖയ്ക്ക് കീഴെയായിട്ടും അവർക്ക് എന്താ പറയുക, ആ തരത്തിലുള്ള കാർഡ് കിട്ടുന്നില്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന നീലക്കാർഡോ വെള്ളക്കാർഡോ ആണെങ്കിൽ അതൊന്ന് മാറ്റി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ, അതുപോലെ വീട് കിട്ടാത്തവർ വീട് കിട്ടണം, ചികിത്സാ സഹായം, ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾ പലപ്പോഴും പഞ്ചായത്തിലോ വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ കളക്ടറേറ്റിലോ പലവട്ടം
പലവട്ടം മുട്ടിയിട്ടും പരിഹരിക്കപ്പെടാത്ത ജീവൽ പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നവകേരള സദസ്സിൽ പരാതി കൊടുത്താൽ പരിഹാരമാകും എന്നൊരു വിശ്വാസത്തിലാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾ പരാതിയുമായിട്ട് അവിടെ എത്തിയത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? ഈ ഉദ്യോഗസ്ഥ സംവിധാനം ഈ പരാതികളെല്ലാം സോർട്ട് ചെയ്തിട്ട് അവരാദ്യം കൊടുത്ത പരാതി എവിടേക്ക് കൊടുക്കുക? നിങ്ങൾ വീട് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വീട് അനുവദിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുക്കൂ. നിങ്ങൾക്ക് വൈദ്യുതി കിട്ടുന്നില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഓഫീസിനെ ആദ്യം ചെയ്തതിലേക്ക് തന്നെ എത്തുന്ന രൂപത്തിൽ രണ്ടാമത് വന്ന പരാതികളും പോകുന്നു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. അതോടൊപ്പം അതായത് കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തുന്നൊരവസ്ഥയാണ്.